ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്, നമ്മുടെ ഇവിടെ റൂബി ഗ്രാസ് നട്ടു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഭാഗത്ത് എന്തോ ഒരു വലിയൊരു ഭംഗിക്കേടായിട്ട് എനിക്ക് തോന്നി. കാരണം ഇവിടെ ഇതിന് മുമ്പ് ഞാൻ ബോർഡർ ഗ്രാസ് ആയിരുന്നു നട്ടു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് വെയിലായപ്പോഴത്തേക്കും എല്ലാം ഉണങ്ങി കരിഞ്ഞൊക്കെ പോയി. അതിൻ്റെ കുഞ്ഞ് സാമ്പിളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഫുള്ളും അങ്ങ് നമ്മുടെ ഈ ഒരു റൂബി ഗ്രാസ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല കട്ടിക്ക് നടുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് നല്ല രീതിക്ക് നല്ല ഒരുപാട് ഉള്ളതായിട്ട് തോന്നിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗിയായിട്ട് നമുക്ക് തോന്നാറ്. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ നട്ടു വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നൊക്കെ നല്ല ഒരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മഴയൊക്കെ ഒന്ന് തോന്നി നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചെടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ഇതേ നമ്മുടെ റൂബി ഗ്രാസും അരേലിയും കൂടി ആയപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു കുഞ്ഞു മാന്തയ്യൊക്കെ പൊട്ടിക്കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. അതിൽ കൂടെയൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചു പിരിച്ച് നടാമെന്നൊക്കെ വിചാരിച്ചു. അതുപോലെ തന്നെ ആ ഭാഗത്തുമൊക്കെ നമ്മുടെ ബോർഡർ ഗ്രാസും ഒരുവിധം മൂടൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് എൻ്റെ കുഞ്ഞ് പൂച്ചക്കുട്ടന്മാരൊക്കെ ഇടയ്ക്ക് ഒന്നും വലിച്ച് പുഴുവയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് തന്നെ വെട്ടിയിട്ട് ഫുള്ളും അങ്ങ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴല്ലേ അതിൻ്റെ ഭംഗി ഉണ്ടാവത്തുള്ളൂ. കാരണം ഇത്രയും ഭാഗം ഒരു ഓപ്പണായിട്ട് കിടന്നപ്പോഴത്തേക്ക് എനിക്കതൊരു വലിയൊരു ഭംഗിക്കേടായിട്ട് തോന്നുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വെട്ടിയിട്ട നമ്മുടെ റൂബി ഗ്രാസ് പെട്ടെന്ന് തന്നെ വളർന്നൊക്കെ വന്നിട്ടുണ്ട്, നല്ല ബുഷിയായി. അപ്പോൾ ഞാൻ അന്ന് വെട്ടിയിട്ടതിൻ്റെന്നും കുറേ തളിരൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല ബുഷിയായിട്ടൊക്കെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ളും ഇത് കവർ ചെയ്യുമ്പോഴത്തേക്കും നല്ല രസമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചെടിക്ക് ഇത്ര കളറ്. നല്ല വെയിലൊക്കെ ഉള്ളപ്പോഴത്തേക്കും നല്ല അടിപൊളി കളറാണ് കേട്ടോ. അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് അത് നേരിട്ട് കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ. വീഡിയോയിൽ കൂടി അതിൻ്റെ കറക്റ്റ് കളറൊന്നും നമുക്ക് പറയാനോ അല്ലെങ്കിൽ കാണിക്കാനോ കഴിയില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നേക്കാളും നല്ല കളറാണ് നമ്മുടെ ഈ ഒരു റൂബി ഗ്രാസ് ചെടിക്ക്. പക്ഷേ വീഡിയോയിൽ അത്ര കളറൊന്നും കിട്ടിയിട്ടില്ല. കാരണം അത്ര മനോഹരമാണ് നമുക്ക് നേരിട്ട് ഈ ഒരു ചെടിയുടെ കളർ കാണുക എന്ന് പറയുന്നത്. ഓരോ വീഡിയോയിലും ചിലപ്പോൾ പല രീതിക്കായിരിക്കും ഇതിൻ്റെ കളർ കാണുക. കാരണം വീഡിയോയുടെ ക്ലാരിറ്റി പോലെ ഇരിക്കും. അപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ചെടി ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ വളർച്ച ഒത്തിരി കുറവുള്ളൊരു ചെടിയാണത്. പക്ഷേ വളർന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു ചെടിയുമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ റൂബി ഗ്രാസ് പറ്റ വെച്ചാണ് കേട്ടോ വെട്ടുന്നത്. അങ്ങ് താഴ്ഭാഗത്ത് വെച്ചിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ ആ വെട്ടുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ കളർ വളരെ കുറവാണ്. അപ്പോൾ അത് വെയിൽ തട്ടാത്തത് കൊണ്ടാണ് ആ ഭാഗത്ത് ഇങ്ങനെ വലിയ കളറൊന്നും ഇല്ലാത്തത് കേട്ടോ. അങ്ങനെ വെയിൽ കിട്ടുന്നതിനനുസരിച്ചാണ് ഈ ഒരു റൂബി ഗ്രാസ് ചെടിയുടെ കളർ കൂടുകയും കുറയുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് സാധാരണ നല്ല വെയിലൊക്കെ ഉള്ള സമയമൊക്കെ ആണെങ്കിൽ നല്ല വെയിൽ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം വെള്ളമൊക്കെ ഒഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വാടിയൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം തറയെന്ന് പറയുമ്പോൾ നല്ല മണ്ണടക്കം ഇല്ലാത്ത തറയാണ്. അപ്പോൾ ഞാൻ കൊത്തി ഇളക്കിയിട്ടൊക്കെയാണ് ഇത് നടാൻ പോകുന്നതെങ്കിലും വെയിലൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രീതിക്ക് അങ്ങ് ഉറയ്ക്കും. നമ്മുടെ ഈ ഒരു എൻ്റെ മുറ്റം എന്ന് പറയുന്നത് നല്ല രീതിക്ക് കട്ടിയുള്ള ഒരു മുറ്റമാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇത് കൊത്തി ഇളക്കി കിളച്ചിട്ട് വേണം ഇത് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുള്ളും വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്ക് കല്ലൂസിന് എന്നോട് പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ കാണാനൊരു രസമില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഒരു രസം ഇല്ലെങ്കിലും ഇത് ഞാൻ നട്ട് അതും കൂടി വളർന്നു വന്ന് ഇതിലും ഞാൻ വെട്ടിയിട്ടേക്കുന്നതും വളർന്ന് തളിരൊക്കെ വരുമ്പോഴത്തേക്കും കാണാൻ അടിപൊളിയായിരിക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നല്ല, നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഇത്തിരി ഭംഗിക്കേടുണ്ട് എങ്കിലും നല്ല രീതിക്ക് എല്ലാം പിടിച്ചു വരുമ്പോൾ നല്ല രസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് ചുറ്റും നല്ല രീതിക്ക് മണ്ണ് തടമെടുത്ത് തീർക്കണം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കുറേ ചെടികൾ നിൽപ്പുണ്ട്, അതൊക്കെ എനിക്ക് മാറ്റി നടുകയും വേണം. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ചെടികൾ വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിനും അതുപോലെ തന്നെ മതിൽ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണും കേട്ടോ. അപ്പോൾ എനിക്കും അന്നേ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലും എൻ്റെ വീട്ടിലും ഇതുപോലുള്ള ചെടികൾ സെറ്റ് ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ ഒരു ചെടിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ റൂബി ഗ്രാസ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ റൂബി ഗ്രാസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് നട്ട് കഴിഞ്ഞാൽ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ നല്ല ഭംഗിക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെടി എടുത്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ കേട്ടോ, ഇതിൻ്റെ കളറ് നല്ല ഭംഗിയാണ്. നമ്മൾ ദൂരെ നിന്നൊക്കെ വരുമ്പോഴും പെട്ടെന്ന് ആകർഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മുറ്റത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് പിന്നെ എൻ്റെ പക്കലുണ്ട ചെടികളെല്ലാം കൂടി എടുത്ത് ഒരുപാട് ചട്ടികളിലൊക്കെ ആക്കി നട്ട്
വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ചെടികളും കാണും, അതുപോലെ തന്നെയാണ് അവിടെ ഇവിടെ ഇതുപോലെ സെറ്റ് ചെയ്തും വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ഒരു 10 പൈസ പോലും ചിലവില്ലാണ്ട് ഈ ഒരു റൂബി ഗ്രാസ് ചെടി മാത്രം മതി നമുക്ക് നമ്മുടെ മുറ്റം മനോഹരമാക്കാനായിട്ട്. അവിടെ ഇവിടെ നമ്മൾ കുറച്ച് നേരം നമുക്ക് സമയം കിട്ടുന്ന നേരമൊക്കെ ഒന്ന് ചിലവഴിച്ചാൽ മതി കേട്ടോ. ഈ ഒരു ചെടി എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ആദ്യം നടുക കേട്ടോ. നട്ടിട്ട് പിന്നെ അത് വളർന്നു വരുമ്പോഴത്തേക്കും വെട്ടിയിട്ട് കൊടുക്കുമ്പോൾ ഇഷ്ടംമാതിരി ബുഷിയായിട്ട് വളരുകയും ചെയ്യും, നമുക്ക് ഇഷ്ടംമാതിരി അതിൽ നിന്ന് തൈ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇതുപോലെ നമ്മുടെ മുറ്റത്തിന് നമുക്ക് എവിടെയൊക്കെയാണോ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇതേപോലെ നല്ല വളർന്ന അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാനും കല്ലൂസും ഒക്കെ അടിപൊളിയായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ബുഷിയായിട്ടൊന്നും ഇത് നടേണ്ട ആവശ്യമില്ല, കാരണം ഇത് വളർന്നു വന്ന് നമ്മൾ വെട്ടിയിടുമ്പോൾ അത് തന്നെ നല്ല ബുഷിയായിട്ട് വളർന്നുകൊള്ളും. അങ്ങനെ ഞാനും കല്ലൂസും ഇത് നട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് നല്ല രീതിക്ക് വളർന്നു കിട്ടുകയും ചെയ്യും. ഒരുപാട് ചട്ടികളിൽ ഞാൻ അരേലിയെ നട്ട് വെച്ചിട്ടുണ്ട്. ഇത് വളർന്നിട്ട് വേണം എനിക്ക് മറ്റേ നമ്മുടെ അരേലി ഇതിന് ചുറ്റിനും വയ്ക്കാനായിട്ട്. അപ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ, അരേലിയും റൂബി ഗ്രാസും. ഇവിടെ നട്ടതിൻ്റെ ബാക്കി ഒരുപാട് തണ്ടുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതേപോലെ എൻ്റെ റൂബി ഗ്രാസ് നടുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ചൊക്കെ പിടിച്ചിട്ടില്ല കേട്ടോ, അവിടെ ബാക്കിയെടുത്ത് കുഴിച്ച് വയ്ക്കണം. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് എത്തുന്നത് വരേക്കും ബായ്. അപ്പോൾ എൻ്റെ വീഡിയോയോട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്.